ഹായ് അസ്സലാമു അലൈക്കും. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, നമുക്കും ഇവിടെ സുഖം തന്നെ കേട്ടോ. അപ്പോൾ അതാക്കണം ഇന്ന് രാവിലത്തെ ചായൻ്റെ കടി കുറച്ച് മതിരിക്കേങ്ങും പുഴുകാൻ വിചാരിച്ച് കുറച്ച് പുട്ടും ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പോൾ അതാക്കണം മതിരിക്കേങ്ങൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് ദിവസം മണ്ണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലോണം കൈ നന്നാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടതിൻ്റെ ശേഷം ഉപ്പും വെള്ളമൊക്കെ പാർന്ന് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് പുട്ടും ഉണ്ടാക്കണം. അപ്പോൾ അതാക്കണ ഞാൻ തോന വലിപ്പം വണ്ണമൊന്നുമില്ല മതിരിക്കേങ്ങ അല്ല എടുത്ത് കുറച്ച് ചെറിയ മതിരിക്കേങ്ങ ആയിരുന്നു. അപ്പോൾ തോന വലിപ്പം വണ്ണമൊന്നും ഇല്ല, അതിനെക്കൊണ്ട് നല്ലോണം മധുരവും ഉണ്ടായിരുന്നു, വേഗം വെന്തും കിട്ടിക്കും കേട്ടോ. ചിലത് വലിയതിന് അങ്ങനെ മധുരം ഉണ്ടാവില്ല. അപ്പോൾ ഇത് കുറച്ച് ചെറുതായതിനെ കൊണ്ട് നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാക്കണ തളിച്ചൊരു ഇതൊക്കെ വെന്ത് വന്നിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അത് ഊറ്റിയെടുക്കണം. അപ്പോൾ അതാക്കണ പുട്ടിൻ്റെ പൊടിയൊക്കെ ഞാൻ കുറച്ച് നേരത്തെ ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ കുഴച്ച് ചീഞ്ഞു കേട്ടോ. അപ്പോൾ അത് റെഡി ആയിക്കുന്നു. അപ്പോൾ അതിൽ ദിവസം തേങ്ങയും ചേരേണ്ടി വെച്ചിരിക്കണം. അപ്പോൾ അതാക്കണ പുട്ടിൻ്റെ കുറ്റിയൊക്കെ മോറി ചില്ലൊക്കെ ഇട്ടും ഞാൻ എടുത്ത് വെച്ചിരിക്കണം. സോ കുഞ്ചിയിൽ വെള്ളവും വെക്കട്ടെ കേട്ടോ. അത് തളിച്ചിട്ട് അത് വെച്ച് കൊടുക്കാം. അപ്പോൾ പണ്ടൊക്കെ മതിരിക്കെങ്കിൽ ഞങ്ങൾ പറമ്പിലുണ്ടാക്കലുണ്ടായിരുന്നു കേട്ടോ. ഉണ്ടാക്കി ഞാനി അത് കൊത്തി ഞാനി ചുട്ട് തിന്നലുണ്ടായിരുന്നു. എന്തോ ഒരു ടേസ്റ്റാണെന്നറിയോ, നല്ല രസമായിരുന്നു. അപ്പോൾ ചുട്ട് തിന്നുകയാണെങ്കിൽ അതിൻ്റെ മധുരം ഈലയും പോവില്ല. അപ്പോൾ നമ്മൾ പുഴുങ്ങിക്കുകയാണെങ്കിൽ കുറച്ച് മധുരം വെള്ളത്തിൽ പോകുമല്ലോ. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ പറമ്പിലുണ്ടാക്കി കൊത്തിങ്ങാനി അത് ചുട്ട് തിന്നുമ്പോൾ അതിൻ്റെ മധുരം അതിൽ തന്നെ ഉണ്ടാവും. പിന്നെ നാടനും ആണല്ലോ, നല്ല ടേസ്റ്റുമാണ്. ഇപ്പം പിന്നെ വാങ്ങുകയല്ലേ, ഞാൻ എൻ്റെ കൊടുവള്ളിയിൽ നിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ. എന്നാലും മധുരമൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ നമ്മൾ പുഴുങ്ങുമ്പോൾ പിന്നെ നാടൻ്റെ ഒരു രസവും ഗുണമൊന്നും കിട്ടൂലല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതാ ഞാനിതാ പുട്ടുണ്ടാക്കുന്നത് കണ്ടോ. ആദ്യം തന്നെ ചില്ലിട്ടെങ്ങാനി അതിലേക്ക് പൊടിയാണ് വാരിയിടുന്നത്, തേങ്ങ ഇടണ്ടി. അപ്പോൾ പൊടി വാരിയിട്ടെങ്ങാനിയൊക്കെയാണ് ഇപ്പോൾ ചുട്ട്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്തു വയ്ക്കണോ? തേങ്ങ ആദ്യം ഇടണ്ടി മറന്നുപോയി, വേഗം പൊടി ഇട്ടെങ്ങാനി പിന്നെ ആ തേങ്ങ ഇടുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ പുട്ട് ചുട്ട്. അപ്പോൾ അതാക്കണ പുട്ടിന് ആവിയൊക്കെ വന്നിക്കണം. ഇനി ഒന്ന് മൂടി വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ പുട്ടിൻ്റെ കറിയെന്ന് വെച്ചാൽ തലേന്ന് 3-4 മത്തി വറ്റിച്ചതുണ്ടായിരുന്നു. വറ്റിച്ച മത്തിയും ചട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അതിലേക്ക് ഒരു കൈ തക്കാളിയും കൂടി മുറിച്ചിട്ട് പൊടികളും ഇട്ടെങ്ങാനി വെള്ളം പാർന്നൊന്ന് തിളപ്പിച്ചെടുത്തതാട്ടോ. അപ്പോൾ അതാക്കണ പുട്ടൊക്കെ 2 കുറ്റി ഞാൻ ചുട്ടെടുത്തിക്കണ്. ഇനിയിപ്പോൾ ചായയൊക്കെ ഒന്ന് കുടിക്കട്ടെ. ഇപ്പോൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഒരുപാട് പണിയുണ്ട് കേട്ടോ. അപ്പോൾ അതാക്കണ മതിരിക്കേങ്ങ ഞാനൊരു പ്ലേറ്റിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മതിരിക്കേങ്ങൊക്കെ ഒന്ന് ചൂടാറട്ടെ. അപ്പോൾ നല്ല പൊടിയൊക്കെ ഉണ്ട് കേട്ടോ, നല്ലോണം വെന്തിക്കണം. ഇതാക്കണ അപ്പോൾ ചായയൊക്കെ കുടിച്ചതിൻ്റെ ശേഷം ലേശം ചെറുപയർ വെള്ളത്തിലിടട്ടെ വിചാരിച്ചിട്ടോ. ചെറുപയറും പൂളയും ഉച്ചക്കേക്ക് ചോറിന് കറി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് ചെറുപയറും പൂളയാണ് കറി. അപ്പോൾ ചെറുപയർ വെള്ളത്തിലിട്ട ദിവസം പോന്നാലേ ഇപ്പോൾ പെട്ടെന്ന് വെന്തിട്ടല്ലോ. അപ്പോൾ അതാക്കണേന് ചെറുപയറൊക്കെ വെള്ളത്തിലിട്ടിക്കണം. ഇനിയിപ്പോൾ മേശയൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ, ചായ കുടിച്ച മേശ. അപ്പോൾ അതാക്കണ കുറച്ച് നേരമായിട്ട് ചെറുപയർ വെള്ളത്തിലിട്ടിട്ട്. അപ്പോൾ ചെറുപയറൊക്കെ ഒന്ന് കൈ ഇങ്ങനെ ചെമ്പിലിട്ട് തീ കൂട്ടി ഇങ്ങനെ അടുപ്പത്ത് വെക്കട്ടെ. ചെറുപയർ കഴുകി ചെമ്പിലിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ പാർന്നിക്കണം. ഇനി പുറത്തെ അടുപ്പത്ത് തീ കൂട്ടട്ടെ കേട്ടോ. പുറത്തേ അടുപ്പത്തും മൂട്ടലുണ്ട്, ആത്തേ അടുപ്പത്തും മൂട്ടലുണ്ട്, ഗ്യാസുമൊന്നൊക്കെ വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ പുറത്തേ അടുപ്പത്ത് വെയിലും വെളിച്ചമൊക്കെ ഉണ്ടാകുമ്പോൾ മൂട്ടും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് വെച്ചാൽ പുറത്തേ അടുപ്പത്ത് തീ കൂട്ടാൻ എളുപ്പമാണല്ലോ. അങ്ങനെ എല്ലാം കൂടി വാരി വലിച്ച് വെക്കാൻ ആത്തേ അടുപ്പത്ത് പറ്റൂല. അവിടെ ദിവസം നല്ല വെറുമൊക്കെ വെക്കണം. പിന്നെ 4 ദിവസം തീ കൂട്ടാണ്ട് 5-ാമത്തെ ദിവസം തീ കൂട്ടുമ്പോൾക്ക് പുകയൊക്കെ വരും ആത്തേ അടുപ്പ്. അപ്പോൾ ചിരട്ടയൊന്നും കത്തിക്കരുതെന്നാണ് പറയില്ല. ഞാൻ ചിരട്ടയൊന്നും കത്തിച്ചില്ല, എന്നാലും പൊട്ടിപ്പൊളിഞ്ഞ് നാശമായിക്കുണ്ടോ ആത്തേ അടുപ്പ്. അപ്പോൾ കത്തിച്ചാലൊക്കെ നല്ല എളുപ്പമാട്ടോ. ഗ്യാസുമ്പോൾ നാണനേക്കാളൊക്കെ നല്ലോണം പെട്ടെന്നാവും. ആ സ്റ്റീലിൻ്റെ അതൊക്കെ അങ്ങോട്ട് ചൂടായി കിട്ടിക്കാൻ നല്ലോണം പെട്ടെന്നായി കിട്ടും.
അപ്പോൾ ഗ്യാസുമെന്ന് ആക്കൂല കേട്ടോ. ഞാൻ അടുപ്പത്ത് തീ കൂട്ടിയാൽ അടുപ്പത്തു നിന്ന് തന്നെ ആക്കും. അപ്പോൾ നല്ല എളുപ്പമാണ്. മുട്ടി നന്നായി കിട്ടിയിരിക്കുകയാണെങ്കിൽ കത്തി പിടിച്ച് കിട്ടണം. അപ്പോൾ ഇങ്ങനെ പിന്നെ പുറത്തേ അടുപ്പത്താണെങ്കിൽ പിന്നെ അതൊന്നും നോക്കാനില്ല. എന്തെങ്കിലും ഭാര്യ വെച്ചിങ്ങനെ വെച്ചാൽ അത് കത്തി കിട്ടും. അപ്പോൾ പിന്നെ ഞാൻ കരിയാണേന് ഒരു ചട്ടിയായിട്ട് വെച്ച് കൊടുക്കും. ചട്ടിയായിട്ട് വെച്ച് ഇങ്ങനെ അയിമലാണല്ലോ ചെമ്പാണെങ്കിലും കലാണെങ്കിലും ഒക്കെ അയിമല വെക്കുന്ന കരിയാവില്ല. അപ്പോൾ അതാക്കണേ ഞാൻ പൂളയൊക്കെ എടുത്ത് ഇങ്ങനെ തോല് ഒളിച്ച് ഇങ്ങനെ കൈയൊന്ന് ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കട്ടെ കേട്ടോ. ഇത് ലേശം വേവുള്ള പൂളാന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ പൂളയും വേണം ഒന്ന് തിളപ്പിച്ചൂറ്റുക. അപ്പോൾ ഞാനുള്ള വിറയിൽ കൈയിട്ടെങ്ങാനിയൊക്കെ വെള്ളം പാർന്നിങ്ങാനി ഗ്യാസ്മേൽക്ക് വെച്ചിക്കണം കേട്ടോ. ഒന്ന് തിളപ്പിച്ചൂറ്റിയാൽ മതി, വേവിക്കണമെന്നില്ല. വേവാൻ നമ്മൾക്ക് ചെറുവാർ ഒരു പകുതി വേവാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അത് തിളക്കുമ്പോൾ ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. തിളപ്പിച്ചൂറ്റിയതിൻ്റെ ശേഷം ഇതാക്കണം വേവ് ചെറുവാരയക്കണം. അപ്പോൾ അതിലേക്ക് ഈ പൂള ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ പൂള ചെറുവാരിലേക്ക് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിങ്ങാനി ഉപ്പ് ഇട്ട് കളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി വേവട്ടെ. എന്നിട്ട് അതിലേക്ക് ലേശം തേങ്ങ അരച്ച് കൊടുക്കണം. തേങ്ങയും വലിയ ജീരകവും ചെറിയുള്ളിയും കൂടിയും നല്ലോണം അരച്ചിങ്ങനെ അതിലേക്ക് പാർന്ന് ഒടിച്ച് കൊടുക്കാം. അപ്പോൾ കറിയൊക്കെ അതാക്കണം നല്ലോണം വെന്തിക്കണം. ഇനി അതിലേക്ക് തേങ്ങയും പാർന്ന് ഇങ്ങനെ നല്ലോണം ഒടിച്ചെടുത്തിക്കുകയാണെങ്കിൽ ഒന്ന് തിളപ്പിച്ച് കൊണ്ടെടുക്കാം. അപ്പോൾ ചെറുവാരും പൂളി റെഡി ആയിട്ടോ. അപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ചും കൂടിയൊക്കെ വെള്ളം പാർന്ന് ഞാൻ കുറച്ചൊരു നേർമാക്കി കൊടുക്കട്ടെ. എന്നാൽ അല്ലാണ്ട് പൂളാണല്ലോ, അപ്പോൾ ലേശം വേഗം കട്ടിയാവും കുറച്ചുകൂടി ചൂടാറുമ്പോൾ. അപ്പോൾ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ടെങ്ങാനി ഒന്ന് തിളപ്പിച്ച് ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ അത് തൂമിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതാക്കണേ ഞാൻ മീനും പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ ചോറൊക്കെ വെച്ചിക്കണ്, കറിയും വെച്ചിക്കണം കേട്ടോ. കറി മത്തി മുളക് ഇട്ടതാണ്. അപ്പോൾ അതിന് ചോറൊക്കെ വെളുമ്പി കൊണ്ടുവെക്കട്ടെ. ചോറൊക്കെ തിന്നാനയക്കുന്നു. അപ്പോൾ വെക്കുന്നതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ കുറേ പണികളൊക്കെ എടുത്ത് വെച്ചതാട്ടോ. അപ്പോൾ ചോറുന്നതിന് മുന്നേ കുറേ പണികളൊക്കെ കഴിഞ്ഞിരിക്കണം. ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആട്ടോ ചോറുന്നണേ. അപ്പോൾ അതാക്കണ നല്ല മത്തി മുളക് ഇട്ടതും ചെറുവാരും പൂളിയും കറിയും ചോറും ഒക്കെ ആണ് കേട്ടോ. അപ്പോൾ അയില പൊരിച്ചതുണ്ട്. പിന്നെ നല്ല അച്ചാറുണ്ട് കേട്ടോ. സൂതമീൻ അച്ചാറിട്ടതതിനും. അപ്പോൾ അതിൻ്റെ അച്ചാറൊക്കെ കൂട്ടിങ്ങാനി വെള്ളറച്ചും ചോറുന്നട്ടെ. അപ്പോൾ ചോറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒരുപാട് പണിയുണ്ട് കേട്ടോ. അടുക്കളയിൽ പാത്രം മോറാനും എന്തിനൊക്കെ ഉണ്ട് കേട്ടോ. അടുക്കളയിൽ ഇങ്ങോട്ട് നിറഞ്ഞെടുക്കുമല്ലോ തീറ്റയൊക്കെ കഴിയുമ്പോൾക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ. അപ്പോൾ അതാക്കണം ചോറിനതിൻ്റെ ശേഷം അടുക്കള നല്ലോണം വൃത്തിയാടേക്ക് എടുക്കണം. കുറേ പാത്രങ്ങളൊക്കെ മോറാണ്ട് കേട്ടോ. അപ്പോൾ അതാക്കണം ഒക്കെ മോറി റെഡിയാക്കിയിരിക്കുന്നു. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.